ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി തന്നെയാണ് ചെങ്കോട്ടയുടെ പ്രധാന പ്രത്യേകത. 2.5 കിലോമീറ്റർ വിസ്തൃതിയിൽ ആണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ കിഴക്കുവശത്ത് കൂടി യമുന നദി ഒഴുകുന്നു. വശ്യസുന്ദരമായ ഒരു ഭംഗിയാണ് ഈ പ്രദേശത്തിനുള്ളത്. പടിഞ്ഞാറ് വശത്തുള്ള ലാഹോറി ഗേറ്റാണ് കോട്ടയുടെ പ്രധാന പ്രവേശന കവാടം. മുഗൾ ഭരണകാലത്തെ ശില്പികളുടെ കലാചാതുര്യം വളരെ വ്യക്തമായി തന്നെ ഇവിടെ കാണാൻ സാധിക്കും. മുഗൾ കാലഘട്ടത്തിലെ പ്രധാന രാജമന്ദിരങ്ങൾ നമുക്കിവിടെ കാണാനായി സാധിക്കും. മുഗൾ ഭരണകാലത്ത് ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ പണിയിപ്പിച്ചതാണ് ചെങ്കോട്ട. ചുവപ്പുകോട്ട എന്നാണ് ഇത് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കാരണം ഇത് പടുത്തുയർത്തിയിരിക്കുന്നത് ചുവന്ന കല്ലിലാണ് എന്നതാണ്. കില ഇ മുല്ല എന്നാണ് ഉറുദു ഭാഷയിൽ ഷാജഹാൻ ഇതിന് പേരിട്ടത്. സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ചില ചരിത്ര സ്മാരകങ്ങളുണ്ട്. അവയിലൊന്നാണ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ട. എല്ലാ സ്വാതന്ത്ര്യദിനത്തിനും പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദുവായി തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ടയ്ക്ക് പറയാൻ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ചുവന്ന മണൽക്കല്ലുകൊണ്ട് തീർത്ത പ്രധാന ഗേറ്റ് മറ്റൊരാകർഷണമാണ്. നിരവധി ഗോപുരങ്ങളും ഈ ഭാഗത്തായി നമുക്ക് കാണാൻ കഴിയും. കോട്ടയുടെ താഴികക്കുടങ്ങൾ പ്രത്യേക ഭംഗിയുള്ളവയാണ്. പ്രധാന ഗേറ്റായ ലാഹോരിയുടെ 3-ാം നിലയിൽ വെച്ചാണ് പതാക ഉയർത്തൽ നടക്കുന്നത്. ഗേറ്റിനകവശത്ത് നീളമുള്ള ചെറിയ വാണിജ്യ കേന്ദ്രങ്ങൾ കാണാം. ഛത്ത അഥവാ ചൗക്ക് എന്നാണ് ഇതിൻ്റെ പേര്. മുഗൾ കൊട്ടാരങ്ങളുടെ കവാടത്തിൽ കണ്ടുവരുന്ന വാദ്യസംഘങ്ങളുടെ കേന്ദ്രമാണ് നൊബത് ഖാന. ഛത്ത ചൗക്കിന് കിഴക്കുള്ള ഉദ്യാനത്തിനപ്പുറത്ത് ചെങ്കോട്ടയിലെ നൊബത് ഖാന സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണകാലത്ത് ഇവിടെ 5 നേരം വാദ്യാലാപനം നടത്തിയിരുന്നു. ചിത്രപ്പണികളുള്ള ചുവന്ന മണൽക്കല്ല് പൊതിഞ്ഞലങ്കരിച്ചിട്ടുള്ളതും മധ്യത്തിൽ കവാടമുള്ള ദീർഘചതുരാകൃതിയുള്ള ഈ 3 നില കെട്ടിടത്തിൻ്റെ 3 വശവും ഇപ്പോൾ വെള്ളപൂശിയിട്ടുണ്ട്. ആനപ്പുറത്തെത്തുന്ന കൊട്ടാരം സന്ദർശകർ ഇവിടെ ഇറങ്ങിയതിനാൽ ഈ കവാടം ഹാത്തിപോൾ എന്ന പേരിലും അറിയപ്പെടുന്നു. മുഗൾ ചക്രവർത്തിയായ ജഹദർ ഷാ, ഷാഹുക് സിയാൻ എന്നിവർ കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചെന്നാണ് പറയപ്പെടുന്നത്. പുറം ഭിത്തിയും ചുമരുകളുമെല്ലാം ചുവന്ന മണൽക്കല്ലുകൊണ്ട് നിർമ്മിച്ചവയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവയുടെ രൂപഭംഗിക്ക് കോട്ടം തട്ടിയിട്ടില്ല എന്നതുതന്നെ നിർമ്മാണ ചാതുര്യയുടെ നേർസാക്ഷ്യമാണ്. ഈ കെട്ടിടങ്ങൾക്ക് അടിയിലൂടെ ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ട്. നഹർ ഇ ബിഹിഷ്ട് അഥവാ സ്വർഗീയധാര എന്നാണ് ഈ വെള്ളച്ചാൽ അറിയപ്പെടുന്നത്. വടക്ക് ഭാഗത്ത് കാണാൻ കഴിയുന്ന മന്ദിരങ്ങൾ പലതും വെള്ളക്കല്ലിൽ തീർത്തവയാണ്. ഈ ഭാഗത്തുകൂടി കോട്ടക്കകത്തേക്ക് പ്രവേശിച്ചാൽ ബൃഹത്തായ ഒരു പൂന്തോട്ടം കാണാം. ഹായത്ത് ബക്ഷ എന്നാണ് ഇതിൻ്റെ പേര്.